ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മൾ ഭൂരിഭാഗം പേരും ദേഷ്യം വരുമ്പം ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയാറുണ്ട്. അത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളോടാണെങ്കിലും, നമ്മുടെ കൂടെയുള്ള ആളോടാണെങ്കിൽ, ആരോടാണെങ്കിലും. ഞാനൊന്ന് ചോദിക്കട്ടെ? ശരിക്കും നമ്മൾ പറയുന്നവർ ആ വാക്കുകളും മറന്നാലും കേൾക്കുന്നവരൊരിക്കലും മറക്കത്തില്ല. ഇപ്പം നമ്മുടെ ശരീരത്തിനുള്ള മുറിവുണ്ടായി കഴിഞ്ഞാൽ ചികിത്സിച്ചത് മാറ്റാൻ പറ്റും. പക്ഷേ മനസ്സിനുണ്ടാകുന്ന മുറിവുകളോ ആർക്കും മാറ്റാൻ പറ്റില്ല. അത് അവിടെ ഇങ്ങനെ കിടക്കും. അപ്പം ഞാൻ എന്നോട് പറയുന്നത് നിങ്ങൾ വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക. അതാണ് ഭയങ്കരമായിട്ടുള്ള വേദന. നമ്മൾ ശരീരത്തിന് ഏൽപ്പിക്കുന്നതിനേക്കാളും നന്നായിട്ട് അവർക്ക് വേദനിപ്പിക്കുന്നത് നമ്മൾ വാക്കുകൊണ്ട് അവരുടെ മനസ്സിന് വേദന. അപ്പോൾ നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? നാക്കുകൊണ്ട് നമുക്ക് ഒരാളെ കൊല്ലാൻ പറ്റും. നാക്കുകൊണ്ട് ഒരാളെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കൊല്ലാനും പറ്റും. അപ്പം നിങ്ങൾ നാവ് കൊണ്ട് ആരെയും കൊന്നിട്ടുണ്ടോ? കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ദൈവത്തിനോട് മാപ്പ് ചോദിച്ച്, ഒരു ദിവസം ചോദിച്ച് നല്ലൊരു മനുഷ്യനായിട്ട് നമ്മുടെ നാക്കിനെ കൺട്രോൾ ചെയ്യുക. നാക്കിനെ കൺട്രോൾ ചെയ്യുന്നവർക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു ജനറേഷൻ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹിക്കും. നമ്മൾ നാവുകൊണ്ട് ആരെയും കൊല്ലാൻ പാടില്ല. ആരോടും മോശമായിട്ടുള്ള വർത്താനം സംസാരങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞ് അവരോട് നല്ല സൗമ്യതയിലും നല്ല സൗഹൃദത്തോടെ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.